നമുക്ക് സിമ്പിളായിട്ട് കനപ്പില്ലാത്തൊരു കയ്പ്പയ്ക്ക കറി വെച്ചാലോ. കയ്പ്പയ്ക്ക നന്നായി കഴുകിയിട്ട് അതിൻ്റെ വെള്ളം പോയതിന് ശേഷം മാത്രം ചെറുതായിട്ട് ഇതുപോലെ അരിയാം. ദേ ഇതുപോലെ കനം പാടുള്ളൂ. കനം കൂടിയാൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ടേസ്റ്റ് ഉണ്ടായെന്ന് വരില്ല. അതിനുശേഷം ഉപ്പും മുളക് പൊടിയും കൂടി ഇട്ടിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. കൈ കൊണ്ട് നന്നായി തിരുമ്പി അതിലത്തെ വെള്ളം പിഴിഞ്ഞ് കളയുക. അതൊരു കനപ്പാണ്. അത് പിഴിഞ്ഞ് കളഞ്ഞാൽ തന്നെ കയ്പ്പയ്ക്കയുടെ കനപ്പ് പാതി കുറയും. വെയിലുണ്ടെങ്കിൽ സ്റ്റീൽ പാത്രത്തിൽ വെച്ച് വെയിലത്ത് വെക്കുക. അപ്പോൾ പാത്രത്തിൻ്റെ ചൂട് കൊണ്ടും കയ്പ്പയ്ക്ക ഒന്ന് വലിഞ്ഞ് കിട്ടും. അല്ലെങ്കിൽ ഓവൻ ഉണ്ടെങ്കിൽ ഓവനിൽ വെക്കുക. പിന്നെ സബോളയും പച്ചമുളകും നന്നായി ചെറുതാക്കി അരിഞ്ഞ് വയ്ക്കുക. അത് കഴിഞ്ഞ് നാളികേരം സെറ്റാക്കുക. നാളികേര വെള്ളം കുടിക്കാനായിട്ട് ഒരാളെൻ്റെ കൂടെ റെഡി ആയിട്ട് നിൽക്കണിട്ടാ. മാനാഞ്ഞ വെള്ളം. അപ്പോഴേക്കും നമ്മുടെ കയ്പ്പയ്ക്കൊക്കെ വെയിലത്തിരുന്ന് സെറ്റായിട്ടുണ്ട്. ഇനി എണ്ണ ചൂടാക്കുക, കയ്പ്പയ്ക്ക അതിലിടുക. കയ്പ്പയ്ക്ക വെയിലത്ത് വയ്ക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, ഡയറക്റ്റ് എണ്ണയിലിട്ടൊന്ന് ഇത്തിരി അധികം നേരം വാട്ടിയാൽ മതി. ഇതുപോലെ ബ്രൗൺ കളറാവുമ്പോൾ അത് വേറൊരു പാത്രത്തിലേക്ക് കോരി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് അതേ പാത്രത്തിൽ തന്നെ സബോളയും പച്ചമുളകും ഒന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് നാളികേരം കൂടി ഇടുക. പച്ചമുളക് കുറവാണെങ്കിൽ അല്പം മുളക് പൊടിയും കൂടി മിക്സാക്കാം ഈ ടൈമിൽ. അതിനുശേഷം അതൊന്ന് വഴറ്റി കഴിയുമ്പോൾ നമ്മുടെ കയ്പ്പയ്ക്കയും കൂടി അതിലിട്ട് മിക്സാക്കുക. നമ്മുടെ കനപ്പ് കുറഞ്ഞ കയ്പ്പയ്ക്കായ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ചോറിനുള്ള കറി റെഡിയായി. അപ്പോൾ ചോറുണ്ടാലോ.